ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 10. ദൈവത്തെ മുറുകെ പിടിക്കുക. അവൻ എഴുന്നേറ്റു കൈ തളർന്നു വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്ത്യരെ വെട്ടി. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം. ജോണി എറിക്സൺ ഡാഡ തൻ്റെ സുഹൃത്തായ റിക്കയെക്കുറിച്ച് പറയുമ്പോൾ ആഴമേറിയതും സമയത്തെ അതിജീവിച്ചതുമായ അവളുടെ ദൈവവിശ്വാസത്തെയും ദുർബലപ്പെടുത്തുന്ന വിട്ടുമാറാത്ത രോഗാവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവൾ വളർത്തിയെടുത്ത ആത്മീക സ്ഥിരതയെയും എടുത്തു കാണിക്കുന്നു. നീണ്ട 15 വർഷത്തിലേറെയായി തൻ്റെ മുറിയിലെ ചെറിയ ജനാലയിലൂടെ ചന്ദ്രനെ കാണാൻ പോലും കഴിയാതെ വണ്ണം റിക്ക കിടപ്പിലാണ്. പക്ഷേ അവൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. അവൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ജോണി വിവരിക്കുന്നത് പോലെ അധൈര്യപ്പെടുത്തലിനെതിരെയുള്ള കടുത്ത പോരാട്ടങ്ങളിൽ എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് അവൾക്കറിയാം. റിക്കയുടെ മുറുകപ്പിടുത്തത്തെയും സ്ഥിരോത്സാഹത്തെയും ഫെലിസ്ത്യരിൽ നിന്ന് ഓടിപ്പോകാൻ വിസമ്മതിച്ച ദാവീദ് രാജാവിൻ്റെ കാലത്തെ സൈനികനായിരുന്ന ഏലയാസറിൻ്റെതിനോട് ജോണി ഉപമിക്കുന്നു. ഓടിയൊളിച്ച സൈന്യത്തോടൊപ്പം ചേരുന്നതിനു പകരം അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്ത്യരെ വെട്ടി. ദൈവത്തിൻ്റെ ശക്തിയാൽ അന്ന് യഹോവ വലിയൊരു ജയം നൽകി. ജോണി നിരീക്ഷിക്കുന്നത് പോലെ ഏലയാസർ ദൃഢനിശ്ചയത്തോടെ വാൾ മുറുകി പിടിച്ചതുപോലെ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ റിക്കയും മുറുകെ പിടിക്കുന്നു. അവിടെ ദൈവത്തിൽ അവൾ അവളുടെ ശക്തി കണ്ടെത്തുന്നു. മികച്ച ആരോഗ്യത്തിലാകട്ടെ, വിട്ടുമാറാത്ത രോഗാവസ്ഥയിൽ അധൈര്യത്തോടെ പോരാടുമ്പോഴാകട്ടെ, നമ്മുടെ പ്രത്യാശയുടെ കലവറ വർദ്ധിപ്പിക്കാനും ഉറച്ചു നിൽക്കാനും നമ്മെ സഹായിക്കാനും നമുക്ക് ദൈവത്തിങ്കലേക്ക് നോക്കാം. ക്രിസ്തുവിൽ നാം നമ്മുടെ ശക്തി കണ്ടെത്തുന്നു. ചിന്തിക്കുക. മുറുകപ്പിടുത്തത്തിൻ്റെയും സഹനശക്തിയുടെയും എന്തൊക്കെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നിങ്ങൾ തളർന്നു പോകുകയും ഞെരുക്കം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുന്നത്? ദൈവത്തിന് മഹത്വം.